നമ്മുടെ അനുദിന ജീവിതത്തിൽ സൗഖ്യം ആവശ്യമുള്ള ഒത്തിരിയേറെ മേഖലകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗം തീർച്ചയായിട്ടും സൗഖ്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. മനസ്സിന് രോഗം വരുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും അല്പം സമാധാനം കിട്ടിയിരുന്നെങ്കിൽ, സ്വസ്ഥത കിട്ടിയിരുന്നെങ്കിൽ, സൗഖ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മുടേതായ സ്വകാര്യ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അതോടൊപ്പം തന്നെ ആത്മാവിൽ വരുന്ന പാപം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥകൾക്കും നമുക്ക് സൗഖ്യം വേണം. ഇപ്പം നിരന്തരമായ അനുദിന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ സൗഖ്യമില്ലാതെ ഒരുവന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിന്നിലുള്ളവയെ മുഴുവനും വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ യാത്ര തുടരുമെന്ന്. അപ്പം നമ്മുടെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇന്നലകളെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയ, ഭാരപ്പെടുത്തിയ, മുറിപ്പെടുത്തിയ അനുഭവങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടന്നാൽ ചങ്ങലയ്ക്ക് കെട്ടിയിട്ടിരിക്കുന്ന പോലെ കെട്ടിയിട്ട ഒരു അനുഭവത്തിൽ കടന്നാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ബന്ധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടണം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം, ആ വിഷയത്തിന് സൗഖ്യം കിട്ടുക എന്നുള്ളതാണ്. മറക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ല. കാരണം ചില വിഷയങ്ങളൊക്കെ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ മനസ്സിൽ നമുക്ക് മായ്ക്കാൻ പറ്റില്ല. വർഷങ്ങൾക്ക് മുമ്പ് ജീവിത പങ്കാളി ചെയ്തത്, പറഞ്ഞത്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ നമ്മളോട് കാണിച്ചത്, നമ്മുടെ കൂടെ നിന്ന് സ്നേഹിച്ച് സൗഹൃദം നടിച്ച് വഞ്ചിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകൾ, അല്ലെങ്കിൽ ചില വേർപാടിൻ്റെ ദുഃഖങ്ങൾ, ഇതൊന്നും നമുക്ക് മനസ്സിൽ നിന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ഈ അനുഭവങ്ങളോട് നമുക്ക് സൗഖ്യമെടുത്തില്ല എങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ചില വിഷയങ്ങൾ ഒരുപക്ഷെ കാലാന്തരത്തിൽ മറന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. ചില ആഴമേറിയ അനുഭവങ്ങൾ ഒന്നും തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റില്ല. അത് മരണം വരെ നമ്മൾ പിന്തുടരുന്നതാണ്. അപ്പോൾ ആ വിഷയങ്ങൾ കഠിനമായ അനുഭവങ്ങളാണെങ്കിൽ, മുറിവേറ്റ അനുഭവങ്ങളാണെങ്കിൽ, സൗഖ്യം ആവശ്യമുള്ള അനുഭവങ്ങളാണെങ്കിൽ അത് സൗഖ്യമെടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിലും മുന്നോട്ട് പോകാൻ പറ്റൂ. ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ മനോഹരമായ ഒരു സൗഖ്യത്തിൻ്റെ വിവരണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് സൗഖ്യം ലഭിക്കാനും, സൗഖ്യം ലഭിക്കേണ്ടവൻ സ്വീകരിക്കേണ്ട മനോഭാവവും സൗഖ്യം നൽകേണ്ടവർ ഏറ്റെടുക്കേണ്ട മനോഭാവത്തെക്കുറിച്ച് സുവിശേഷം പറയുക. ചില സമയത്ത് നമ്മൾ സൗഖ്യം സ്വീകരിക്കുന്നവർ മാത്രമല്ല, സൗഖ്യം നൽകുന്നവരുമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് സൗഖ്യം നൽകുന്നവരായി ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, 6 ദിവസം ദൈവം സൃഷ്ടികർമ്മം നടത്തി 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് വചനം പറയുന്നു. വിശ്രമിച്ച് എന്താ ദൈവം ചെയ്തേ? ദൈവം സൃഷ്ടികർമ്മം തൻ്റെ മക്കളെ ഏൽപ്പിച്ചു. അതായത് അവസാനം ദൈവം സൃഷ്ടിച്ച മനുഷ്യനെയാണ്. സൃഷ്ടികർമ്മം മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് ദൈവം സൃഷ്ടികർമ്മം നിർത്തി. ഇത് നമ്മളാണ് സൃഷ്ടികർമ്മം ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ ചില സമയങ്ങളിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ, കർത്താവ് തിരുസഭയെ ഫലമേൽപ്പിച്ച ശുശ്രൂഷകൾ ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ദൈവിക തീരുമാനങ്ങളും ദൈവിക പ്രവൃത്തികളും ഇന്ന് നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് സൗഖ്യം കൊടുക്കുന്ന ശുശ്രൂഷയാണ്. ഈശോ തൻ്റെ ജീവിതകാലത്ത് നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണ് സൗഖ്യം നൽകി കടന്നു പോവുക. അപ്പം അങ്ങനെ ഈശോ സൗഖ്യം നൽകി കടന്നുപോയ ഒരു അനുഭവമാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിക്കുക. ഇവിടെ സൗഖ്യം ആഗ്രഹിക്കുന്നവൻ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഏതെങ്കിലും മേഖലയിൽ സൗഖ്യം വേണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച് സുവിശേഷം നമ്മുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുത്തെത്തി. പഴയ നിയമ വായന നമ്മൾ കേട്ടതാണ്. ലേവിയുടെ പുസ്തകത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവൻ ഞാൻ അശുദ്ധനാണ്, ഞാൻ അശുദ്ധനാണ് എന്ന് മൈലുകൾക്കപ്പുറം നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോണം. അടുത്ത ഒരാൾ പെർമിഷൻ ഇല്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ, നിയമ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഈ കുഷ്ഠരോഗി ഒരു എക്സ്ട്രാ ധൈര്യം എടുത്തിട്ടുണ്ട്, കരുത്തെടുത്തിട്ടുണ്ട് ഈ കർത്താവിൻ്റെ അടുത്തേക്ക് വരാനായിട്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മൾ നോർമലി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതയാത്രകളിൽ നിന്നും കർത്താവിൻ്റെ സൗഖ്യം അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ നമ്മുടേതായ ഒരു എക്സ്ട്രാ എഫേർട്ടിൻ്റെ ആവശ്യമുണ്ട്. എനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാനഡയിൽ എൻ്റെ പപ്പയുടെ ബെറിയലുമായി ബന്ധപ്പെട്ട് കടന്നുപോയപ്പോൾ അവിടെ വൈകിട്ട് 7:30-ക്ക് 2-3 കുഞ്ഞുങ്ങളായിട്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്ന പേരൻസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്കറിയാം ഞായറാഴ്ചകളിലാണ് അവർ സാധാരണ പറയുക. കാരണം എല്ലാ ദിവസവും ഒന്നില്ലെങ്കിൽ ഭാര്യ ജോലിക്കോ അല്ലെങ്കിൽ ഭർത്താവ് ജോലിക്ക് പോകും. എപ്പോഴും തിരക്കാണ് അവർക്ക്. അവിടെ ഭാര്യയും ഭർത്താവും ജോലി കഴിഞ്ഞ് വൈകിട്ട് 7:30-ക്കുള്ള കുർബാനയ്ക്ക് മുടങ്ങാതെ, കുർബാനയ്ക്ക് വരും ഒറ്റ ദിവസം പോലും മുടങ്ങാതെ. ജോലി പറഞ്ഞു പറ്റാവുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങൾ വരും. സാധാരണ മുടങ്ങാറില്ല, എന്നാലും ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ മുടങ്ങേണ്ടി വന്നാലും, കാലാവസ്ഥകൾ കൊണ്ടോ മഞ്ഞിൻ്റെ ആധിക്യം കൊണ്ടൊക്കെ, അല്ലെങ്കിൽ അവർ മുടങ്ങാതെ വരുക. എവിടെയെങ്കിലും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നവർ പറഞ്ഞത്.
അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അയക്കാൻ നമ്മൾ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇവരെ കുളിപ്പിക്കണ്ടേ, ഇവരെ എഴുന്നേൽപ്പിക്കണ്ടേ, ഇവരെ സെറ്റാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് നോർമൽ എന്ത് ചെയ്യും, നമുക്ക് പോകണ്ട എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുള്ളൂ. അപ്പോൾ ആ എടുക്കുന്ന ഒരു എക്സ്ട്രാ എഫേർട്ട് ഉണ്ടല്ലോ, സഹനമുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് എടുത്താൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, കർത്താവിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ കുഷ്ഠരോഗി നോർമലി ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ വരുമ്പോഴേ ഇവനെല്ലാവരും തള്ളി ഓടിക്കും, തെരുവറിഞ്ഞ് ഓടിക്കും. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടോ ഇങ്ങോട്ട് വരാൻ, ആരോട് ചോദിച്ചിട്ടാണ് വന്നേ എന്ന് പറഞ്ഞ് ഇവനെ തല്ലി ഓടിക്കാൻ ഒരു ജനസമൂഹം നിൽക്കുമ്പോൾ ആ ആധികാരികമായ സ്വരത്തിനും അപ്പുറം സഞ്ചരിക്കാൻ ഇവൻ തയ്യാറായി എന്നുള്ളത് ഇവൻ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണ് സൗഖ്യമെടുക്കാൻ. അപ്പം അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ട തമ്പുരാന്റെ സ്നേഹത്തിലേക്കും അവൻ്റെ സാന്നിധ്യത്തിലേക്കും ചെല്ലാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ചില സ്വാഭാവികമായി നിൽക്കുന്ന അതിസ്വാഭാവികമായ തീരുമാനങ്ങളുണ്ട്. അത് നമ്മൾ എടുത്താലേ നമുക്കൊരു ദൈവാനുഭവം ഉണ്ടാവുള്ളൂ. അല്ല നമ്മളിങ്ങനെയൊക്കെ പറ്റുള്ളൂ, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, എനിക്കിതൊക്കെ നടക്കുള്ളൂ, എനിക്കിങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അവർ ജീവിതത്തിൽ ഒന്നും നേടില്ല. അത് ദൈവാനുഗ്രഹം മാത്രമല്ല, ജീവിതത്തിൻ്റെ ഒരു വിഷയങ്ങളിലും അവർ ജീവിതത്തിൽ വിജയിക്കില്ല. കാരണം എന്താ, ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ, ഞാനിങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലകളെയും കുറ്റം പറഞ്ഞ് വീട്ടുകാരെയും കുറ്റം പറഞ്ഞ് ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന അനുഭവങ്ങളെ പരാതി പറഞ്ഞ് മുന്നോട്ട് നോക്കാൻ പറ്റാതെ താഴോട്ട് മാത്രം നോക്കിയിരുന്നാൽ ഒരു മുന്നോട്ട് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നത് മാത്രമല്ല, ഇവിടെ ഒരു ദൈവാനുഭവത്തിൻ്റെ വിഷയത്തെക്കുറിച്ചാണ് സുവിശേഷം പറയുന്നത്. കർത്താവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ അനുഭവത്തെയും സൗഖ്യത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് സുവിശേഷം പറയുന്നത്. അപ്പം ആ അനുഭവത്തിലേക്ക് എത്താൻ വേണ്ടി ഇവൻ എന്ത് ചെയ്തു? ഇവൻ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു. അത് തന്നെ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മൾ ആരും ചെയ്യാത്ത കാര്യം. നമ്മൾ ഒതുങ്ങിക്കൂടാനേ നോക്കുള്ളൂ, പബ്ലിക്കായിട്ട് വരില്ല. അല്ലേ, ഞാനൊരു വീട്ടിൽ ചെന്ന്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവൾ ഞായറാഴ്ച പള്ളി കുർബാനയ്ക്ക് പോകുന്നില്ല, ബാക്കി എല്ലാവരും കുർബാനയ്ക്ക് പോകാൻ നിൽക്കുക. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവളുടെ മുഖത്ത് വലിയൊരു കാര, ഇവിടെ ഇങ്ങനെ ഒരു കുരു പോലെ വന്നേക്കുക. മുഖത്തൊരു കുരു വന്നതിൻ്റെ പേരിൽ അവളാണ് പള്ളിയിൽ പോകുന്നത്. കാരണം നാട്ടുകാരൊക്കെ കാണുമെന്നും പറഞ്ഞുകൊണ്ട്. സൺഡേ സ്കൂളിലുള്ള പെങ്കൊച്ചാണ്, പിന്നെ സൺഡേ കുർബാനയുണ്ട്, അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. മുഖത്തൊരു കുരു വന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരീരം മുഴുവൻ കുഷ്ഠം ബാധിച്ചവൻ സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് വന്നുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരാനെടുത്ത ധൈര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാനുഷികമായി നമ്മളെ തളർത്തുന്ന പ്രതിബന്ധങ്ങളെ തകർത്താൽ മാത്രമേ നമുക്ക് കരുത്തെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അവൻ ആദ്യം ചെയ്തത് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ സൗഖ്യദായകമായ ഇടത്തിലേക്ക് അവനെ തന്നെ എത്തിച്ചു എന്നുള്ളതാണ് അവൻ ആദ്യം എടുത്ത ധൈര്യത്തിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നീട് അവൻ ചെയ്തതെന്നാ, അവൻ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ കർത്താവിനോട് പറഞ്ഞു, അപേക്ഷിച്ചു. എങ്ങനെ അപേക്ഷിച്ചു? മുട്ടുകുത്തി അപേക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ അവൻ എളിമപ്പെട്ടു നിന്നു. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. സൗഖ്യം കിട്ടണോ? അത് ആത്മാവിൻ്റെ സൗഖ്യം മാത്രമല്ല, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ എല്ലാ തലങ്ങളിലും സൗഖ്യം കിട്ടണമെങ്കിൽ നമുക്ക് എളിമപ്പെടാൻ പറ്റണം. എളിമപ്പെട്ടിട്ട് അവൻ പറഞ്ഞതെന്നാണെന്നറിയാമോ? കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. എന്നെ സുഖപ്പെടുത്തണമെന്നല്ല പറഞ്ഞത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അങ്ങനെയല്ലേ? ദൈവമേ, നമ്മൾ കുർബാനകളിൽ പങ്കുചേരുന്നത്, നൊവേനകൾക്ക് പോകുന്നത്, പെരുന്നാൾ, എല്ലാത്തിനും നമുക്ക് പ്രത്യേക നിയോഗങ്ങളുണ്ട്. വെക്കേണ്ടെന്നല്ല പറഞ്ഞു. നിയോഗങ്ങൾ വെച്ചിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമാണ്. വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുകയോ പള്ളിയിൽ പോകുകയോ കുമ്പസാരിക്കുകയോ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. ഇവിടെ അവൻ പറഞ്ഞത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. എന്നാൽ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലേ? ഈശോ ഗെത്സമൻ തോട്ടത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കുഷ്ഠരോഗി വന്നിട്ട് പറഞ്ഞത്. ഇവൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അത്രമാത്രം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ വിലക്ക് കൽപ്പിച്ച ഒരു കുഷ്ഠരോഗത്തിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ട് നീറിക്കഴിയുന്ന ഒരുവന് സൗഖ്യം കിട്ടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അവൻ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ പറഞ്ഞതാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതെനിക്ക് സംഭവിക്കണമെന്ന് നിന്റെ ഇഷ്ടമാണെങ്കിൽ സൗഖ്യം തരാനാണ് പറഞ്ഞത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ദൈവഹിതം അന്വേഷിക്കുന്നവൻ്റെ മനോഭാവമാണ്. എല്ലാ രോഗങ്ങൾക്കും ദൈവ സൗഖ്യം തരണമെന്ന് നിർബന്ധമില്ല. എല്ലാ രോഗങ്ങൾക്കും ദൈവ സൗഖ്യം തരണമെന്ന് നിർബന്ധമില്ല. എല്ലാ സഹനങ്ങളും ദൈവം എടുത്തു മാറ്റണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ തെറ്റിദ്ധാരണയാണ്. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗങ്ങളും ദൈവം എടുത്തു മാറ്റണമെന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണ. കാരണം ഗെത്സമൻ തോട്ടത്തിൽ യേശു സ്വന്തം രക്തം വിയർത്തുകൊണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ എന്ന് പിറ്റേ ദിവസം കാൽവരിയുടെ നെറുകയിൽ 3 ആടുകളിൽ തൂങ്ങിക്കിടക്കേണ്ട അനുഭവത്തെ മുൻകൂട്ടി കണ്ടിട്ട് യേശു ആ സഹനത്തിൻ്റെ പാനപാത്രം മാറിപ്പോകാൻ സ്വപിതാവിനോട് അപേക്ഷിച്ചിട്ട് സ്വർഗം നിശബ്ദമായിരുന്നു. ആ സഹനം മാറിപ്പോയില്ല. ആ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. ആ സഹനത്തിലൂടെ കടന്നുപോയതാണ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായത്. അപ്പോൾ ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങൾ അത് നമ്മുടെയും
പലരുടെയും രക്ഷയ്ക്ക് കാരണമായി തീരേണ്ട സഹനങ്ങളെ ദൈവം അനുവദിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകാതിരിക്കാനും ദൈവം പരിശ്രമിക്കും. അപ്പോൾ എല്ലാ സഹനങ്ങളും എല്ലാ രോഗങ്ങൾക്കും നമ്മൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ദൈവമേ, നിന്റെ ഹിതം പോലെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇതാണ് ശരിക്കും ഒരു ആത്മീയമായി വളർന്നവന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ എത്രമാത്രം ആത്മീയമായിട്ട് വളർന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ശൈലി നമ്മൾ നോക്കിയാൽ മതി. ദൈവം, നിനക്ക് മനസ്സുണ്ടോ? ഈ കാര്യം നീ ഇടപെടണമേ. നിന്റെ ഹിതമാണോ? എനിക്കൊരു ജോലി ഇപ്പം ഇല്ല, ഓക്കെ. എൻ്റെ വിവാഹം നടന്നിട്ടില്ല, ഒരു കുഞ്ഞില്ല, അല്ലെങ്കിൽ സാമ്പത്തിക ഭൗതിക പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിന്റെ ഹിതമാണെങ്കിൽ ഈ വിഷയത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ആത്മീയ വളർച്ചയുടെ ഒരു പന്താവിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളിൽ സംഭവിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലിയാണ് ദൈവഹിതം അന്വേഷിക്കുന്നവരായിട്ട് നമ്മൾ മാറും. നമ്മുടെ ഇഷ്ടം പൂർത്തിയാണ്, നമ്മുടെ ഇഷ്ടം പൂർത്തിയാണ്, അത് നടക്കണേ, ഇത് നടക്കണേ, ഇത് എന്നുള്ളതല്ല. ദൈവം, നിന്റെ ഇഷ്ടമാണോ? അങ്ങനെ നടക്കട്ടെ. നിന്റെ ആഗ്രഹമാണോ? അങ്ങനെ നടക്കട്ടെ. ഓക്കെ. അപ്പം നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഇനി സൗഖ്യം നൽകിയത് കർത്താവാണ് അല്ലെ. നമ്മളും ചില സമയത്ത് തമ്പുരാന്റെ ഇങ്ങനെ പൊസിഷൻ എടുക്കേണ്ട സമയം വരും. എന്ന് പറഞ്ഞാൽ സൗഖ്യം നൽകുന്നവര്, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ, ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ ഒത്തിരി സൗഖ്യം ആവശ്യമുള്ള, അനുദിന സൗഖ്യം ആവശ്യമുള്ള വിഷയങ്ങളുമായിട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? ടെമ്പറമെന്റ്, വൈകാരിക വ്യത്യസ്തതകളുണ്ട്. എൻ്റെ സ്വഭാവം അല്ല എൻ്റെ ഭാര്യയുടെ സ്വഭാവം, ഞങ്ങളുടെ സ്വഭാവമായിരിക്കും ചിലപ്പോൾ മക്കളുടെ സ്വഭാവം, മാതാപിതാക്കളുടെ സ്വഭാവം എൻ്റെ ഡിഫറെൻ്റ് ആകാം. എല്ലാവരും കൂടി ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ, പോകേണ്ടി വരുമ്പോൾ വൈകാരികമായ വ്യത്യസ്തതകൾ ഉള്ളപ്പോൾ അവിടെ സൗഖ്യം കിട്ടണമെങ്കിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്: എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന്. എന്താ ഉദ്ദേശിച്ചത്? ഇവിടെ കുടുംബത്തിൽ നമ്മൾ പറയല്ലേ, എടീ എനിക്ക് ഇപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് ക്ഷമിക്കാൻ മനസ്സുണ്ട് എന്ന് ഞാൻ തീരുമാനിച്ചാൽ അവിടെ സൗഖ്യം കിട്ടി. ചില വിഷയങ്ങളിൽ എനിക്ക് മനസ്സില്ലാത്തുള്ള പല പ്രശ്നങ്ങളെ കാണും. എന്ത് ക്ഷമിക്കാതിരിക്കുന്നത്? ക്ഷമിക്കാതിരിക്കുമ്പോൾ ഞാൻ എന്താ പറയുന്നത്? എനിക്ക് ക്ഷമിക്കാൻ മനസ്സില്ല. സ്നേഹിക്കാതിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് സൗകര്യമില്ലെന്നേ, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സൗകര്യമില്ലെന്നേ, എനിക്കിങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ തീരുമാനം, ഞാനല്ല, എൻ്റെ തീരുമാനം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുമ്പോൾ ഒരു ബന്ധം വളരുന്നതിന് പകരം ബന്ധം തകരുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ സൗഖ്യം നടക്കുന്നില്ല എന്നർത്ഥം. കൂടുതൽ മുറിവുകൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ ചില വിഷയങ്ങളിൽ എനിക്ക് വിട്ടുകൊടുക്കാൻ മനസ്സുണ്ട് എന്ന് പറയുമ്പോൾ ദൂര സൗഖ്യം ഒരു കുടുംബത്തിൽ സംഭവിക്കും. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് മനസ്സുണ്ട്, നിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, അങ്ങനെ ഒരു മനസ്സെനിക്കുണ്ടെന്ന് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യുമ്പോൾ ദൂരസൗഖ്യം നടക്കുന്നുണ്ട്. അപ്പോൾ ചില വിഷയങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ നമുക്ക് മനസ്സുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സംഭവിക്കുന്നിടത്ത് പ്രത്യേകിച്ച് എളിമപ്പെടുമ്പോൾ, വിട്ടുകൊടുക്കുമ്പോൾ ഒക്കെ ഒത്തിരിയേറെ സൗഖ്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ട്. നമുക്ക് മനസ്സില്ലാത്തതാണ് പലപ്പോഴും സൗഖ്യം നടക്കാത്തതിൻ്റെ കാരണം. ഒത്തിരി മുറിവുകളുമായി നമ്മുടെ കുടുംബങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ദാമ്പത്യങ്ങൾ ഉലച്ചിലുകളുമായി, അസ്വസ്ഥതകളുമായി മുന്നോട്ട് പോകുന്നതിന് കാരണം വിട്ടുകൊടുക്കാനോ എളിമപ്പെടുവാനോ അല്ലെങ്കിൽ ചില ദൈവിക പുണ്യങ്ങളിൽ മനസ്സുറപ്പിച്ചിട്ട് എനിക്ക് മനസ്സുണ്ടടി നിന്നോട് ക്ഷമിക്കാൻ, നിന്നെ മനസ്സിലാക്കാൻ, നിന്നെ ചേർത്ത് പിടിക്കാൻ, നീ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം, നീ പറഞ്ഞ വാക്കുകളൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല, ബട്ട് സ്റ്റിൽ നീ ഇന്നലകളിൽ എന്നോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല, പക്ഷെ എനിക്ക് മനസ്സുണ്ട് നിന്നെ ചേർത്ത് പിടിക്കാൻ, നിന്നോട് ക്ഷമിക്കാൻ, നിന്നെ മനസ്സിലാക്കാൻ. ആ ഒരു മനസ്സുണ്ടല്ലോ, അത് സൗഖ്യം നൽകുന്ന മനസ്സാണ്. അതാണ് യേശു പറഞ്ഞത്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. വചനം പറയുന്നത് ഇത്രയും പറഞ്ഞിട്ട് കർത്താവ് അവനെ സ്പർശിച്ചു. ഒരാൾ കുഷ്ഠരോഗിയെ തൊടില്ല, പറയുക മാത്രമല്ല ചെയ്തത്, എന്ത് ചെയ്തു? ഒരു പ്രവൃത്തി കൂടി ഉണ്ടായിരുന്നു, സ്പർശനം ഉണ്ടായിരുന്നു. എനിക്ക് നിന്നെ സുഖപ്പെടുത്താൻ, സ്പർശിക്കാതെ കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റും, എന്നാൽ ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് ഒരു കുഷ്ഠരോഗിയെ തൊടുക എന്നുള്ളത്. അങ്ങനെ സ്പർശിച്ചുകൊണ്ട് കുഷ്ഠരോഗിക്ക് കർത്താവ് സൗഖ്യം നൽകി. ചില സ്പർശനങ്ങൾ പോലും സൗഖ്യം നൽകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും. എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ ദമ്പതിമാർ ജീവിത പങ്കാളിയുടെ, മാതാപിതാക്കളുടെ ഒരു സ്പർശനത്തിനും ഒരു തലോടനും ഒരു നല്ല വാക്കിനും ഒരു ചേർത്ത് പിടിക്കുന്ന അനുഭവത്തിനും വേണ്ടി കുടുംബങ്ങളിൽ കഴിയുന്നുണ്ടെന്നറിയാമോ? എത്രയോ പ്രായമായ മാതാപിതാക്കൾ ഇന്ന് ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും സ്വന്തം മക്കളുടെ, കൊച്ചുമക്കളുടെ ഒരു സ്പർശനത്തിനും സ്നേഹത്തിൻ്റെ തലോടലുമായി മുറിവേറ്റ് കഴിയുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? ഈ മുറിവുകൾ ഉണങ്ങാൻ ചിലപ്പോൾ ഒരു വാക്ക് മതി, ചിലപ്പോൾ ഒരു തലോടൽ മതി, ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി, ഒന്ന് സ്നേഹത്തോടെ നെറ്റിലൊരു ചുംബനം കൊടുക്കാൻ പറ്റിയാൽ ഇന്നലകളുടെ സകല മുറിവുകൾക്കും വേദനകൾക്കും ഒരുപക്ഷെ സൗഖ്യം നൽകാൻ അത് സാധ്യമായെന്ന് വരും. അപ്പോൾ സൗഖ്യം നൽകാനും സൗഖ്യം സ്വീകരിക്കാനൊക്കെ ദൈവം ചില അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുമ്പോൾ
അത് ദൈവസ്നേഹത്തിൽ രൂപപ്പെടുത്തിയെടുത്ത അനുഭവങ്ങളായി മാറുമ്പോൾ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളായിട്ട് നമുക്ക് മാറും. നമുക്ക് സൗഖ്യം കിട്ടേണ്ട വിഷയങ്ങളൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിൽ സമർപ്പിക്കുകയും നമ്മളിലൂടെ സൗഖ്യം കിട്ടേണ്ട അനുഭവങ്ങൾക്ക് നമ്മൾ കരുത്തെടുത്ത് എനിക്ക് മനസ്സുണ്ട് നിന്നെ സുഖപ്പെടുത്താൻ എന്നുള്ളൊരു തീരുമാനത്തോടെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ കുടുംബാംഗങ്ങളൊക്കെ സ്നേഹിച്ച് സ്നേഹത്തിൽ സൗഖ്യം നൽകുന്നവരായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.